നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ LP-UP പരീക്ഷ. LP-UP പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് വിദ്യാഭ്യാസ ചിന്തകരെന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസ ചിന്തകരെക്കുറിച്ചുള്ള ഈ ഒരു മേഖലയിൽ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകനായിട്ടുള്ള പ്ലേറ്റോയെക്കുറിച്ചാണ്. പ്ലേറ്റോയുടെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് BC ആണ്. BC വെച്ചാൽ നമുക്കറിയാം ബിഫോർ ക്രൈസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ക്രിസ്തുവിന് മുൻപാണ്, അല്ലെങ്കിൽ ക്രിസ്തു ജീവിച്ചിരുന്ന വർഷത്തിന് മുൻപാണ് 427 BC മുതൽ 347 BC വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് പ്ലേറ്റോ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു. ആ വിദ്യാലയത്തിൻ്റെ പേര് അക്കാദമി എന്ന പേരിലായിരുന്നു അറിയുന്നത് അല്ലേ. പാശ്ചാത്യ ദേശത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തെ ആദ്യത്തെ സർവകലാശാലയായി കണക്കാക്കുന്നത് പ്ലേറ്റോയുടെ അക്കാദമിയാണ്. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനം, അല്ലെങ്കിൽ ആ ദർശനം എന്നുള്ളത് ആദർശവാദം എന്ന് പറയുന്നത്, സന്ദർശനമല്ല ദർശനമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ദർശനം എന്ന് പറയുന്നത് ആദർശവാദമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ കുടുംബം പ്രധാന ഘടകമല്ല എന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നും ആദ്യമായിട്ട് വാദിച്ച വ്യക്തി എന്ന് പറയുന്നത് പ്ലേറ്റോയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതാണ്, കുടുംബത്തിൻ്റെ ഘടകമല്ല. കുടുംബം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു ഘടകമല്ലെന്നും അത് രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണെന്നും വിശ്വസിച്ചതും വാദിച്ചതും പ്ലേറ്റോയാണ്. ഈ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക്, അതേപോലെ തന്നെ നിയമങ്ങൾ, പ്രോട്ടഗോറസ്, സിംബോസിയം എന്നിവയൊക്കെയാണ് പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ റിപ്പബ്ലിക് ഉണ്ട്, നിയമങ്ങളുണ്ട്, പ്രോട്ടഗോറസ് ഉണ്ട്, സിംബോസിയവും ഉണ്ട്. അപ്പോൾ പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് റിപ്പബ്ലിക്, നിയമങ്ങൾ, പ്രോട്ടഗോറസ്, സിംബോസിയം എന്നിവ. സാമൂഹിക നീതി, അതായത് സോഷ്യൽ ജസ്റ്റിസ്, അപ്പോൾ സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രത്തെക്കുറിച്ച് പ്ലേറ്റോ ഒരു കൃതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ആ കൃതിയുടെ പേരാണ് റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹിക നീതിയെക്കുറിച്ച് വർണ്ണിക്കുന്ന, അല്ലെ സാമൂഹിക നീതിയുടെ മാതൃക പുലർത്തുന്ന പ്ലേറ്റോയുടെ കൃതി ഏതെന്ന് ചോദിച്ചാൽ അതാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസിദ്ധ വിദ്യാഭ്യാസ ചിന്തകനായിട്ടുള്ള ജോൺ ആമസ് കൊമിനിയസിനെ കുറിച്ചൊന്ന് നോക്കാം. അല്ലെ, ജോൺ ആമസ് കൊമിനിയസ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1592 AD മുതൽ 1670 AD വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹം ചെക്കോസ്ലോവാക്യ എന്ന രാജ്യത്താണ് ജനിച്ച വ്യക്തി. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നൂതന ആശയങ്ങളെക്കുറിച്ചും അധ്യാപന തത്വങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ജോൺ ആമസ് കൊമിനിയസിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഗ്രേറ്റ് ഡൈഡാക്റ്റിക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിഡാക്റ്റിക് എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. അത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ നൂതനമായ ആശയങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഈ കൊമിനിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോൺ ആമസ് കൊമിനിയസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിന്തകൻ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നൊരു തത്വചിന്തകനാണ് ഈ കൊമിനിയസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. കൊമിനിയസിൻ്റെ അധ്യാപന രീതി എന്ന് പറയുന്നത് പ്രകൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതും അല്ലെങ്കിൽ പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതുമായിട്ടുള്ളൊരു അധ്യാപന രീതിയാണ് കൊമിനിയസിനുള്ളത്. അപ്പോൾ കൊമിനിയസിൻ്റെ അധ്യാപന രീതി ഏത് എന്ന് ചോദിച്ചാൽ പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് കൊമിനിയസിന് ഉള്ളത്. അധികാര സ്ഥാനത്തുള്ളവർക്കും അതേപോലെ ഉന്നതകുലജാതർക്കും മാത്രം ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അർഹതപ്പെട്ടതാണെന്നും അതെല്ലാവർക്കും ലഭ്യമാകേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ആമസ് കൊമിനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമിനിയസാണ് പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, അതായത് ഉന്നതകുലജാതർക്ക് മാത്രം ലഭ്യമാകേണ്ടത് അല്ല എന്നും എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകേണ്ടതാണ് എന്നും പറഞ്ഞതാണ് ആര്, ജോൺ ആമസ് കൊമിനിയസ്. ഈ ജോൺ ആമസ് കൊമിനിയസിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് കൊമിനിയസ് എടുത്തു പറയുന്ന 3 തത്വങ്ങളാണ്. പ്രധാനമായിട്ടും 3 തത്വങ്ങളാണ് കൊമിനിയസിൻ്റെ വിദ്യാഭ്യാസ തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മനുഷ്യർക്ക് യുക്തിബോധം ഉളവാക്കുന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് വളരെ പരമപ്രധാനമായൊരു ഘടകമാണ്. മനുഷ്യർക്ക് യുക്തിബോധം ഉളവാക്കുന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് പരമപ്രധാനവും അതേപോലെ മനുഷ്യരിൽ സ്വാതന്ത്ര്യാവബോധം വികസിപ്പിക്കാനും സ്വഭാവം രൂപപ്പെടാനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതും അതേപോലെ ദൈവത്തെ അറിയുന്ന രീതിയിൽ ഉള്ള ഭക്തി ഉണ്ടാക്കുക എന്ന് പറയുന്നതുമാണ് ഈ ജോൺ ആമസ് കൊമിനിയസ് മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രധാന തത്വങ്ങളെന്ന് പറയുന്നത്. അതായത് മനുഷ്യർക്ക് യുക്തിബോധം ഉളവാക്കുന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും മനുഷ്യരിൽ സ്വാതന്ത്ര്യാവബോധം വികസിപ്പിക്കാനും സ്വഭാവം രൂപപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും ദൈവത്തെ അറിയുന്ന രീതിയിലുള്ള ഭക്തി ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പരമപ്രധാനം. അതേപോലെ ജോൺ ആമസ് കൊമിനിയസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ എന്ത് വേണം, വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ആമസ് കൊമിനിയസ് ആണ്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതും ജോൺ ആമസ് കൊമിനിയസ് തന്നെയാണ് കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതും ജോൺ ആമസ് കൊമിനിയസ് ആണ്.
ഈ കൊമിനിയസ് ലത്തീൻ വ്യാകരണ സ്കൂളിൽ അദ്ദേഹം ചില ഭാഷകൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺ ആമസ് കൊമിനിയസ് അദ്ദേഹത്തിൻ്റെ വ്യാകരണ സ്കൂൾ എന്ന് പറയുന്നത് ലത്തീൻ വ്യാകരണ സ്കൂളാണ്. അതിൽ മറ്റ് ചില ഭാഷകൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് മാതൃഭാഷ. ഏതൊക്കെയാണ്? ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു എന്നിവയാണ് ആ മാതൃഭാഷകൾ. അപ്പോൾ ലാറ്റിൻ, ഗ്രീക്ക്, ഹീബ്രു മുതലായ മാതൃഭാഷകൾ ഉൾപ്പെടുത്തിയതാണ് ആര്? ജോൺ ആമസ് കൊമിനിയസ്. ലത്തീൻ വ്യാകരണ വിദ്യാലയമുണ്ട് അല്ലേ? ലത്തീൻ വ്യാകരണ വിദ്യാലയത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന 6 വിഷയങ്ങൾ ഏതൊക്കെയാണ്? വ്യാകരണമുണ്ട്, അലങ്കാരശാസ്ത്രമുണ്ട്, ദർശനമുണ്ട്, യുക്തിവാദമുണ്ട്, നീതിശാസ്ത്രമുണ്ട്, ഗണിതമുണ്ട്. അപ്പോൾ 6 വിഷയങ്ങൾ വ്യാകരണം, അലങ്കാരശാസ്ത്രം, ദർശനം, യുക്തിവാദം, നീതിശാസ്ത്രം, ഗണിതം എന്നിവയാണ്. അതിനു പുറമെയാണ് ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, അതിനു പുറമെ മാതൃഭാഷ എന്നിവ കൂടി കൊമിനിയസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോൽ എന്ന് പറയുന്നതും കൊമിനിയസിൻ്റെ സിദ്ധാന്തമാണ് അല്ലേ? നല്ല വിദ്യാഭ്യാസത്തിന് 3 താക്കോലുകളുണ്ടെന്നും അതിലൊന്നാമത്തേത് നല്ല ഗുരുക്കന്മാരാണെന്നും രണ്ടാമത്തേത് നല്ല പാഠപുസ്തകങ്ങളാണെന്നും മൂന്നാമത്തേത് നല്ല പഠനരീതികളാണെന്നുമാണ് കൊമിനിയസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് കൊമിനിയസ് പറഞ്ഞ 3 അടിസ്ഥാന തത്വങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോലുകൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാമാണ്? നല്ല ഗുരുക്കന്മാർ, നല്ല പാഠപുസ്തകങ്ങൾ, നല്ല പഠനരീതികൾ. ഇവയാണ് കൊമിനിയസിൻ്റെ കാഴ്ചപ്പാടിൽ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ 3 താക്കോലുകൾ എന്ന് പറയുന്നത്. ഈ കൊമിനിയസ് കുട്ടികളെ പഠിപ്പിക്കരുതെന്ന് അനുശാസിക്കുന്ന കൃതികളുണ്ട്. കൊമിനിയസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചില കൃതികളൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത്, അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ വിദ്യാഭ്യാസ സാമ്പ്രദായിക രീതിയിൽ മാറ്റം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്ന കൃതിയാണ് പ്ലാറ്റസ്, ഓവിഡ്, ടെറൻസ്, സിസേറോ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ്. പ്ലാറ്റസ്, ഓവിഡ്, ടെറൻസ്, സിസേറിയോ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത് എന്നാണ് ഈ പ്ലേറ്റോ അനുശാസിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നമ്മുടെ 3ാമത്തെ തത്വചിന്തകനായ ജീൻ ജാക്വസ് റൂസോ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലേ? 1712 മുതൽ 1778 വരെയുള്ളൊരു കാലഘട്ടമാണ് ജീൻ ജാക്വസ് റൂസോയുടെ കാലഘട്ടം. ഇദ്ദേഹം നമുക്കറിയാമല്ലോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ നമ്മൾ വിളിച്ചിരുന്നത് ഈ ജീൻ ജാക്വസ് റൂസോയെ ആണ്. വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും അവതരിപ്പിക്കുന്ന റൂസോയുടെ കൃതിയാണ് എമിലി എന്ന് പറയുന്ന കൃതിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും അവതരിപ്പിക്കുന്ന റൂസോയുടെ കൃതി ഏത് എന്ന് ചോദിച്ചാൽ ആ കൃതിയാണ് എമിലി എന്ന് പറയുന്ന കൃതിയാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകരാരാണ്? അമ്മയും പ്രകൃതിയുമാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകരാണ് അമ്മയും പ്രകൃതിയും. കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ശീലിപ്പിക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ ശീലിപ്പിക്കേണ്ട ഭാഷ ഏതെന്ന് ചോദിച്ചാൽ അത് മാതൃഭാഷയാണ് കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കേണ്ടത്. റൂസോയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ വികസനത്തെ 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ 4 ഘട്ടങ്ങളായിട്ട് മനുഷ്യൻ്റെ വികസനത്തെ തരംതിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. ആദ്യത്തെ കാലഘട്ടം ശൈശവമാണ്. അത് ജനനം മുതൽ 5 വയസ്സ് വരെയാണ്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ശൈശവം എന്നും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ബാല്യം എന്നും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ബാല്യം എന്നും 12 മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ കൗമാരമെന്നും 12 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തെ കൗമാരമെന്നും 15 മുതൽ 25 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിനെയാണ് യൗവനമെന്നും വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നിവ ആവശ്യമില്ലാത്തൊരു കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ്, ബാല്യകാലഘട്ടമാണ് കുട്ടികൾക്ക് ചരിത്രം, ഭാഷ എന്നിവ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. ഇനിയോ പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാൻ അനുയോജ്യമായൊരു കാലഘട്ടം എന്നുള്ളത് കൗമാര കാലഘട്ടമാണ്. അതായത് കൗമാര കാലഘട്ടം നമുക്കറിയാം 12 മുതൽ 15 വയസ്സ് വരെയാണ് അല്ലേ? പ്രകൃതി ശാസ്ത്രങ്ങളിലുള്ള പരിശീലനവും തൊഴിൽ പരിശീലനവും നൽകാനായിട്ട് അനുയോജ്യമായ സമയമായിട്ട് റൂസോ അഭിപ്രായപ്പെടുന്നത് കൗമാര കാലഘട്ടമാണ്. റൂസോയുടെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് അധ്യാപകന് ആവശ്യമാവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? കൗമാര കാലഘട്ടമാണ്. അപ്പോൾ കൗമാര കാലഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഗൈഡൻസ് ലഭിക്കേണ്ടത്. ആ കാലഘട്ടത്തിലാണ് ആര് വേണ്ടത്? അധ്യാപകനെ ആവശ്യമാവുന്ന കാലഘട്ടം. അധ്യാപകൻ എന്നത് കുട്ടികളുടെ താല്പര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാവണം എന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. അധ്യാപകൻ കുട്ടികളുടെ താല്പര്യത്തിനൊത്ത് പഠിപ്പിക്കുകയും സുഹൃത്തിനെ പോലെ പെരുമാറുകയും വേണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റൂസോ. വൈകാരികമായ വികാസവും വ്യക്തിവികാസവും സന്മാർഗബോധവും സംഭവിക്കേണ്ട കാലഘട്ടമാണ് യൗവനം. യൗവനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വൈകാരികമായ വികാസവും വ്യക്തിവികാസവും സന്മാർഗബോധവും സംഭവിക്കേണ്ടുന്ന കാലഘട്ടമാണ് യൗവനം. ഇനി റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? റൂസോയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ദ കൺഫഷൻ അല്ലേ? ദ കൺഫഷൻ എന്ന് പറയുന്ന റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. ദ ന്യൂ ഹെലോയ്സ് അല്ലേ? ദ ന്യൂ ഹെലോയ്സ് എന്ന് പറയുന്നത് റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്നതും റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. എമിലി റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നതും റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നതും റൂസോയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക, റിട്ടേൺ ടു ദ നേച്ചർ എന്ന ആശയം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റൂസോയുടെ ആശയമാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക അഥവാ റിട്ടേൺ ടു ദ നേച്ചർ എന്ന് പറയുന്നത്.
ഇനി റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, റൂസോയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? കുട്ടിത്തത്തെ ബോധനശാസ്ത്രപരമായിട്ട് നോക്കിക്കാണണമെന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. കുട്ടിത്തത്തെ ബോധനശാസ്ത്രപരമായിട്ട് നോക്കിക്കാണണം എന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. പെഡഗോഗിക്കൽ വേ എന്നാണ് പറയുന്നത്. അപ്പോൾ റൂസോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുട്ടിത്തത്തെ ബോധനശാസ്ത്രപരമായിട്ട് നോക്കിക്കാണണമെന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രബിന്ദുവെന്നും ആര് പറഞ്ഞിട്ടുണ്ട്? റൂസോ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രബിന്ദു. സമൂഹമാണ് മനുഷ്യരെ ദുഷിപ്പിക്കുന്നത്. അപ്പോൾ സമൂഹം മനുഷ്യരെ ദുഷിപ്പിക്കുന്നു. കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ചാവണം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അപ്പോൾ കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ചാവണം വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ജന്മതാൽപര്യം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ ബാഹ്യ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ല എന്നതും റൂസോയുടെ നിയമമാണ്. ആത്മപ്രകാശനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും പ്രയോഗത്തിലൂടെയാണ് സിദ്ധാന്തം രൂപപ്പെടുത്തേണ്ടത് എന്നും പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. പ്രകൃതിയാണ് പ്രഥമ അധ്യാപകനെന്നും ഇന്ദ്രിയങ്ങളുടെ പരിശീലനമാണ് ആദ്യം നൽകേണ്ടതെന്നും അതിനുശേഷം മതി സാൻമാർഗിക ബൗദ്ധിക വിദ്യാഭ്യാസമെന്നും പറഞ്ഞിരിക്കുന്നത് റൂസോയാണ്. റൂസോയും പ്രകൃതിവാദവും എന്ന് പറയുന്നൊരു ആശയം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? റൂസോ പറഞ്ഞിരിക്കുന്നത് പ്രകൃതി അദ്ദേഹത്തെ സന്തുഷ്ടനും നല്ലവനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അദ്ദേഹം അങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് കാരണം ഈ സമൂഹമാണ്. ഈ പ്രകൃതി എന്നെ സന്തുഷ്ടനും നല്ലവനുമായാണ് സൃഷ്ടിച്ചതെന്നും ഞാൻ അങ്ങനെയല്ല എങ്കിൽ അതിന് കാരണം ഈ സമൂഹമാണ് എന്നുമാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. അപകടകരമായ സ്വാതന്ത്ര്യത്തെയാണ് ഞാൻ ശാന്തമായ അടിമത്തത്തേക്കാൾ വിലമതിക്കുന്നത് എന്നാണ് റൂസോ പറഞ്ഞത്. അപ്പോൾ ശാന്തമായ അടിമത്തത്തേക്കാൾ അപകടകരമായ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നതെന്നും സമൂഹവുമായുള്ള സംസർഗമാണ് അവരെ ചീത്തയാക്കുന്നത് എന്നുമാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൂസോയുടെ മറ്റൊരു വചനം ഇതാണ്: ജനിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും എല്ലാ നന്മകളോടും കൂടിയാണ് ജനിക്കുന്നത് എന്നും സമൂഹവുമായുള്ള സംസർഗമാണ് അവരെ ചീത്തയാക്കുന്നത് എന്നുമാണ് റൂസോ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ അടുത്ത നാലാമത്തെ നമ്മുടെ തത്വചിന്തകനാണ്. നാലാമത്തെ ചിന്തകൻ്റെ പേരാണ് ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി എന്നാണ് പറയുന്നത്. ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസി. ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം 1746 മുതൽ 1827 വരെയുള്ളൊരു കാലഘട്ടമാണ്. 1746 മുതൽ 1827 വരെയുള്ളൊരു കാലഘട്ടമാണ് ജൊഹാൻ ഹെൻറിച്ച് പെസ്റ്റലോസിയുടെ ഒരു കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ജന്മരാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡാണ്. പെസ്റ്റലോസിയുടെ ജന്മരാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡാണ്. പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേരാണ് ലിയനാർഡ് ആൻഡ് ജെർട്രാഡ് എന്ന് പറയുന്നത്. ലിയനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അതാണ് പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകമായിട്ട് കണക്കാക്കപ്പെടുന്നത്. പെസ്റ്റലോസി ആശയ ആവിഷ്കാരം നടത്തിയ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിന് മറ്റൊരു പുസ്തകമുണ്ട്. ആ പെസ്റ്റലോസി ആശയാവിഷ്കാരം നടത്തിയിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയുണ്ടല്ലോ അല്ലേ, ആ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഹൗ ജെർട്രൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ഹൗ ജെർട്രൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ എന്നാണ് പെസ്റ്റലോസി ആശയ ആവിഷ്കാരം നടത്തിയ വിദ്യാഭ്യാസ രീതിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിൻ്റെ പേര്. ഈ പെസ്റ്റലോസിയാകട്ടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിദ്യാലയങ്ങൾ ഒരുപാട് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ച സ്ഥലങ്ങളാണ് ഓർഗാൻ എന്നൊരു സ്ഥലമുണ്ട്. 1778 ഓർഗാൻ എന്ന സ്ഥലത്ത് അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ 1799 സ്റ്റാൻസ് എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസം സ്ഥാപിച്ചു. അതേപോലെ 1804 കാലഘട്ടത്തിൽ ബർഗ്ഡോർഫ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബർഗ്ഡോർഫ് എന്ന സ്ഥലത്ത് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ 1825 കാലഘട്ടത്തിൽ 1825 കാലഘട്ടത്തിൽ അദ്ദേഹം വേഡൻ എന്ന സ്ഥലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ പെസ്റ്റലോസിയെ വളരെയേറെ സ്വാധീനിച്ച റൂസോയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് എമിലി എന്നാണ് പറയുന്നത്. പെസ്റ്റലോസിയെ വളരെയേറെ സ്വാധീനിച്ച പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? എമിലി എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായിട്ടുള്ള ഒരു വികസനമുണ്ട്. ആ വികസനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യൻ്റെ ആന്തരിക ശക്തികളുടെ നൈസർഗികവും ഇണക്കമുള്ളതും പുരോഗമനോന്മുഖവുമായ വികസനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, അത് പെസ്റ്റലോസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പെസ്റ്റലോസിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്തെല്ലാമാണ്? ലിയനാർഡ് ആൻഡ് ജെർട്രൂഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതേപോലെ ഹൗ ജെർട്രൂഡ് ടീച്ചേഴ്സ് ഹെർ ചിൽഡ്രൻ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബുക്സ് ഫോർ മദർ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നതും പെസ്റ്റലോസിയുടെ കൃതികളാണ്. ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്റ്റലോസി. ദരിദ്രരുടെയും ചൂഷിതരുടെയും വക്താവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ ചിന്തകൻ്റെ പേരാണ് പെസ്റ്റലോസി. ഇനി നമുക്ക് അഞ്ചാമത്തെ വിദ്യാഭ്യാസ ചിന്തകനെക്കുറിച്ച് ഒന്ന് നോക്കാം. അഞ്ചാമത്തെ വിദ്യാഭ്യാസ ചിന്തകൻ്റെ പേരാണ് ജൊഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് എന്ന് പറയും. ജൊഹാൻ ഫ്രെഡറിക് ഹെർബർട്ട് ആണ് അടുത്ത പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ചിന്തകനായിട്ട് നമ്മൾ പഠിക്കുന്നത്.
അല്ലെ, ജൊഹാൻ ഫ്രെഡറിക് ഹെർബർട്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അല്ലേ, വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരുപോലെ പങ്കുണ്ടെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ഹെർബർട്ട്. വിദ്യാഭ്യാസ രീതികളും ലക്ഷ്യങ്ങളും ആവിഷ്കരിക്കുന്നതിൽ തത്വശാസ്ത്രത്തിനും മനഃശാസ്ത്രത്തിനും ഒരേപോലെ പങ്കുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ആര്? ഹെർബർട്ട്. ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിൽ 3 രീതിയിലുള്ള ആശയങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിൽ 3 രീതിയിലുള്ള ആശയങ്ങളാണ് നിലവിലുള്ളത്. അതെന്താണെന്ന്? സാമ്യമുള്ളവ, രണ്ടാമത്തത് സാമ്യമില്ലാത്തവ അഥവാ വൈവിധ്യമുള്ളവ, മൂന്നാമത്തേത് വിരുദ്ധ സ്വഭാവങ്ങൾ ഉള്ളവ. അപ്പോൾ ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിൽ 3 രീതിയിലുള്ള ആശയങ്ങളാണുള്ളത്. 1 സാമ്യമുള്ളവ, 2 വൈവിധ്യമുള്ളവ, 3 വിരുദ്ധ സ്വഭാവങ്ങൾ ഉള്ളവ എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്യമുള്ളവയും വൈവിധ്യമുള്ളവയും വിരുദ്ധ സ്വഭാവങ്ങൾ ഉള്ളവയുമാണ് ഹെർബർട്ടിൻ്റെ അഭിപ്രായത്തിലുള്ള 3 രീതിയിലുള്ള ആശയങ്ങളെന്ന് പറയുന്നത്. തൻ്റെ വിദ്യാഭ്യാസ ചിന്തകളെയും നൂതനമായ ആശയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഹെർബർട്ടിൻ്റെ പുസ്തകം ഏത്? അതാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. തൻ്റെ വിദ്യാഭ്യാസ ചിന്തകളെയും നൂതനങ്ങളായ ആശയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഹെർബർട്ടിൻ്റെ പുസ്തകമാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകം, സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇനി ഹെർബർട്ടിൻ്റെ തത്വങ്ങളെ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്ത ബോധനക്രമങ്ങളുണ്ട്. അല്ലേ, ഹെർബർട്ടിൻ്റെ തത്വങ്ങളെ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വികസിപ്പിച്ചെടുത്ത ബോധനക്രമങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് തയ്യാറെടുപ്പ് അഥവാ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ അഥവാ തയ്യാറെടുപ്പ്. പിന്നെയുള്ളത് അവതരണമാണ്. അവതരണം അഥവാ പ്രസൻറ്റേഷൻ എന്ന് പറയും. അല്ലെ, അവതരണം അഥവാ പ്രസൻറ്റേഷൻ. അടുത്തത് സംയോജനമാണ്. സംയോജനം അഥവാ അസോസിയേഷൻ. അടുത്ത സാമാന്യവൽക്കരണമാണ്. സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ എന്ന് പറയും. ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണം. പിന്നെയുള്ളത് പ്രയോഗമാണ്. പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ. അപ്പോൾ അവതരണം അഥവാ പ്രസൻറ്റേഷൻ, സംയോജനം അഥവാ അസോസിയേഷൻ, സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ, പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ. ഈ ഫ്രെഡറിക് വിൽഹേം എന്ന് പറഞ്ഞ ആളാണ് അടുത്ത 6ാമത്തെ വിദ്യാഭ്യാസ ചിന്തകൻ്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രെഡറിക് വിൽഹേം അഗസ്റ്റ് ഫ്രോബൽ എന്ന് പറയും, അല്ലെങ്കിൽ അഗസ്റ്റ് ഫ്രബൽ എന്ന് പറയും. ഫ്രെഡറിക് വിൽഹേം അഗസ്റ്റ് ഫ്രബൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1782 മുതൽ 1852 വരെയുള്ള ഒരു കാലഘട്ടമാണ് ഫ്രെഡറിക് വിൽഹേം അഗസ്റ്റ് ഫ്രബലിൻ്റെ കാലഘട്ടം. ശിശുവിദ്യാഭ്യാസ വിചക്ഷണനായിട്ടാണ് ഫ്രബൽ കണക്കാക്കപ്പെടുന്നത്. അല്ലെ, ശിശുവിദ്യാഭ്യാസ വിചക്ഷണനായിട്ടാണ് ഫ്രബലിനെ കണക്കാക്കുന്നത്. ഫ്രബലിൻ്റെ ജന്മരാജ്യം ഏതാണ്? ജർമ്മനി ആണ് ഫ്രബലിൻ്റെ ജന്മരാജ്യം. അപ്പോൾ ഫ്രബലിൻ്റെ ജന്മരാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനിയാണ് ഫ്രബലിൻ്റെ ജന്മരാജ്യമായിട്ട് കണക്കാക്കുന്നത്. ആത്മസത്തയുടെ ആവിഷ്കാരം, അല്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മസത്തയുടെ ആവിഷ്കാരത്തിനെയാണ് വിദ്യാഭ്യാസമായിട്ട് കണക്കാക്കുന്നത്. പ്രപഞ്ചം മുറ്റി നിൽക്കുന്ന പരമാത്മാവിൽ പങ്കുചേരാനായിട്ട് ജീവാത്മാവിനെ തയ്യാറാക്കുക എന്നതാണ് നിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ഫ്രബലാണ്. അപ്പോൾ ഫ്രബൽ പറഞ്ഞ കാര്യമാണ്, പ്രപഞ്ചം മുറ്റി നിൽക്കുന്ന പരമാത്മാവിൽ പങ്കുചേരുവാൻ ജീവാത്മാവിനെ തയ്യാറാക്കുകയാണ് നിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് ആരാണ്? ഫ്രബൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർഡനിൽ അധ്യാപകനുണ്ടായിരിക്കേണ്ടുന്ന കുറച്ച് യോഗ്യതകളുണ്ട്. ഫ്രബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർഡനിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളുണ്ട്. അതെന്തെല്ലാമാണ്? അതൊന്ന് ഗാനാത്മകത, 2 അഭിനയ പാടവം, 3 ആർജവം, 4 നൈർമല്യം. അല്ല, ഒന്ന് ഗാനാത്മകതയും, അടുത്തത് അഭിനയ പാടവവും, മൂന്നാമത്തേത് ആർജവം, അടുത്തത് നൈർമല്യമാണ്. അപ്പോൾ ഗാനാത്മകത, അഭിനയ പാടവം, ആർജവം, നൈർമല്യം എന്നിവയാണ് ഫ്രബലിൻ്റെ അഭിപ്രായത്തിൽ കിൻഡർ ഗാർഡനിലെ അധ്യാപകന് ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകളെന്ന് പറയുന്നത്. ഈ ഫ്രബൽ സ്ഥാപിച്ച വിദ്യാലയമുണ്ട്. ഫ്രബൽ സ്ഥാപിച്ച വിദ്യാലയം അറിയപ്പെടുന്ന പേരാണ് കിൻഡർ ഗാർട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രബൽ സ്ഥാപിച്ച വിദ്യാലയം അറിയപ്പെടുന്ന പേരെന്നാണ്? കിൻഡർ ഗാർട്ടൻ എന്നാണ് ഫ്രബൽ സ്ഥാപിച്ച വിദ്യാലയം അറിയപ്പെടുന്നത്. ഇതുപോലെ പ്ലേ വേ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. കളിരീതി എന്നാണ് നമ്മളിതിനെ പറയുക. അപ്പോൾ കളിരീതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രബലാണ്. കളിരീതിയുടെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രബലാണ് കളിരീതിയുടെ ഉപജ്ഞാതാവ്. അധ്യാപക വിദ്യാഭ്യാസം എന്നൊരു ആശയമുണ്ട്. അധ്യാപക വിദ്യാഭ്യാസം, ഈ അധ്യാപക വിദ്യാഭ്യാസം എന്നുള്ള ആശയത്തെ മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ഫ്രബലാണ്. അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചത് ഫ്രബലാണ്. ഫ്രബലിൻ്റെ അഭിപ്രായം, അല്ല, ഫ്രബലിൻ്റെ അഭിപ്രായത്തിൽ അച്ചടക്കത്തിന് ആവശ്യമായുള്ള മൂല്യങ്ങൾ എല്ലാം കുട്ടികൾക്ക് ലഭിക്കുന്നത് കളിയിലൂടെയാണെന്നാണ് പറയുന്നത്. ഫ്രബലിൻ്റെ അഭിപ്രായത്തിൽ അച്ചടക്കത്തിന് ആവശ്യമുള്ള മൂല്യങ്ങളെല്ലാം കുട്ടികൾക്ക് ലഭിക്കുന്നത് കളിയിലൂടെയാണ്. കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധപരവുമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനും വേണ്ടിയിട്ട് ഫ്രബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഗിഫ്റ്റുകൾ അഥവാ സമ്മാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികളുടെ സൃഷ്ടിപരവും സൗന്ദര്യബോധപരവുമായ ശക്തികളെ വികസിപ്പിക്കാനും ഇന്ദ്രിയ പരിശീലനത്തിനുമായിട്ട് വേണ്ടിയിട്ട് ഫ്രബൽ ബോധപൂർവം സംവിധാനം ചെയ്ത കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കളിപ്പാട്ടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സമ്മാനങ്ങൾ അഥവാ ഗിഫ്റ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് തടിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, വൃത്തസ്തംഭങ്ങൾ, വിവിധ രൂപ മാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ എന്നിവയാണ് ഈ സമ്മാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്.
തടിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, വൃത്തസ്തംഭങ്ങൾ, വിവിധ രൂപമാതൃകകൾ നിർമ്മിക്കാനുള്ള പാറ്റേണുകൾ എന്നിവയാണ് ഈ സമ്മാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. ഫ്രബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഫ്രബലിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസവും വികസനവും എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അടുത്ത മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഓഫ് മാൻ എന്ന് പറയും. അല്ല, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ ഓഫ് മാൻ ആണ്. കിൻഡർ ഗാർട്ടനിലെ ബോധന വിദ്യകളുണ്ടല്ലേ, കിൻഡർ ഗാർട്ടനിലെ ബോധന വിദ്യകൾ എന്തായിരിക്കാം? ദ പെഡഗോഗീസ് ഓഫ് കിൻഡർ ഗാർട്ടൻ എന്നാണ് പറയുന്നത്. ദ പെഡഗോഗീസ് ഓഫ് കിൻഡർ ഗാർട്ടൻ. അല്ലെ, ഫ്രബലിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? വിദ്യാഭ്യാസവും വികസനവും ഉണ്ട്. അല്ലേ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, മനുഷ്യൻ്റെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഓഫ് മാൻ ഉണ്ട്. കിൻഡർ ഗാർട്ടനിലെ ബോധന വിദ്യകളുണ്ട്. അത് പെഡഗോഗീസ് ഓഫ് കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്നുണ്ട്. അല്ലേ, ഇനി ഈ ഫ്രബലിൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഫ്രബലിൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾ എന്തെല്ലാമാണ്? സ്വയം പ്രവർത്തനങ്ങളിലൂടെ പ്രകാശിതമാവുന്ന ഒരാത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലുമുണ്ട് എന്ന് ഫ്രബൽ ചിന്തിക്കുന്നുണ്ട്. സ്വയം പ്രവർത്തനങ്ങളിലൂടെ പ്രകാശിതമാവുന്ന ഒരാത്മീയ ചൈതന്യം എല്ലാ കുട്ടികളിലുമുണ്ട് എന്നാണ് ഫ്രബൽ ചിന്തിക്കുന്നത്. ഈ കളിയാണ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സ്വതന്ത്രമായ വളർച്ച, ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ, വളർത്തൽ, ബുദ്ധിപരവും കായികവും വൈകാരികവുമായിട്ടുള്ള വികാസം, സർഗശേഷികൾ വളർത്തൽ എന്നിവയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രമായ വളർച്ച, ആരോഗ്യ സാമൂഹ്യ ശീലങ്ങൾ വളർത്തൽ, ബുദ്ധിപരവും കായികവും വൈകാരികവുമായ വികാസം, സർഗശേഷികൾ വളർത്തൽ എന്നിവയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കഥ പറയൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കളിപ്പാട്ട നിർമ്മാണവും ഉപയോഗിക്കലും, താളാത്മക പ്രവർത്തനങ്ങൾ, പസിലുകൾ, ബിൽഡിംഗ് ബ്ലോക്കുകൾ, മുത്തുകോർക്കലുകൾ, തോട്ടം പരിചരിക്കൽ, ചിത്രരചന, ചുമരുകൾ അലങ്കരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചതാണ്. അപ്പോൾ കഥ പറയൽ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കളിപ്പാട്ട നിർമ്മാണവും ഉപയോഗിക്കലും, താളാത്മക പ്രവർത്തനങ്ങൾ, പസിലുകൾ, ബിൽഡിംഗ് ബ്ലോക്കുകൾ, മുത്തുകോർക്കലുകൾ, തോട്ടം പരിചരിക്കൽ, ചിത്രരചന, ചുമരുകൾ അലങ്കരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഇതുപോലെ കമ്പിളിപ്പന്തുകൾ, ചതുരക്കട്ടകൾ, ഗോളങ്ങൾ തുടങ്ങിയ പഠനോപകരണങ്ങൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കുവാനും ഇദ്ദേഹത്തിന് അറിവുള്ളതായിരുന്നു. ഇനി നമുക്ക് അടുത്ത വിദ്യാഭ്യാസ വിചക്ഷണയെക്കുറിച്ച് നോക്കാം. അവരുടെ പേരാണ് മരിയ മോണ്ടിസോറിയാണ്. 1870 1952 കാലഘട്ടമാണ് മരിയ മോണ്ടിസോറിയുടെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. അവരുടെ ചിന്താഗതിയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അവർക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകേണ്ടത് ആവശ്യമാണെന്നാണ് മരിയ മോണ്ടിസോറിയുടെ പക്ഷം. ഒരു കൂട്ടത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥ പ്രത്യേകം കണക്കിലെടുക്കുകയും അവർക്ക് യോജിച്ച രീതിയിലുള്ള വിദ്യാഭ്യാസവും ഉപദേശവും നൽകേണ്ടത് ആവശ്യമാണെന്നുമാണ് മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായം. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുതിർന്നവരുടെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മരിയ മോണ്ടിസോറി അഭിപ്രായപ്പെട്ടത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ നൈസർഗിക വികാസത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മുതിർന്നവരുടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മരിയ മോണ്ടിസോറിയാണ്. മോണ്ടിസോറി പഠനരീതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇന്ദ്രിയ പരിശീലനം. ഇന്ദ്രിയ പരിശീലനം എന്ന് പറയുന്നത്. വേദനാജനകമായ ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മരിയ മോണ്ടിസോറിയാണ്. വേദനാജനകമായിട്ടുള്ള ശിക്ഷകളോ ആകർഷകമായ സമ്മാനങ്ങളോ കുട്ടികളുടെ നൈസർഗിക വികാസത്തിന് സഹായിക്കില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മരിയ മോണ്ടിസോറിയാണ്. ശാരീരികാവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കുവാനും ജാമിതീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പഠനമാണ് ഈ മരിയ മോണ്ടിസോറി കണ്ടെത്തിയത്. ഇപ്പോൾ ശാരീരിക അവയവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ശീലിക്കാനും ജാമിതീയ ഭാഷാ പഠനങ്ങൾ ലളിതമാക്കാനുമായിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് മരിയ മോണ്ടിസോറി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മരിയ മോണ്ടിസോറിയുടെ പഠനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് അപ്പാരറ്റസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുപ്രകാരം മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലെ 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കാം. അല്ലെ, മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിലെ 3 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് വെച്ചാൽ ഒന്ന് പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം വേണം. അടുത്ത ബോധേന്ദ്രിയ പരിശീലനം. പിന്നെയുള്ളത് പഠനോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പരിശീലനം. പിന്നെ മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികളും നമ്മൾ നോക്കേണ്ടതാണ്. അല്ലേ, അപ്പം പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങൾ പ്രായോഗിക ജീവിതത്തിനായുള്ള പരിശീലനം, ബോധേന്ദ്രിയ പരിശീലനം, പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. ഇനി നമുക്ക് മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമെന്ന് നോക്കാം. അല്ലെ, മോണ്ടിസോറിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയായിരിക്കാം? വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകളികൾ, ദ സീക്രട്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളുകളികൾ.
ഇനിയുള്ളത് ശിശുപരിപാലനം അഥവാ ദ ചൈൽഡ് ട്രെയിനിങ് എന്ന് പറയും. ദ ചൈൽഡ് ട്രെയിനിങ് അഥവാ ശിശുപരിപാലനം. പിന്നെയോ ശിശുവിൻ്റെ സ്ഥാനവും വിദ്യാഭ്യാസവും എന്ന് പറയും. ശിശുവിൻ്റെ സ്ഥാനവും വിദ്യാഭ്യാസവും അഥവാ ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ. ദ ചൈൽഡ്സ് പ്ലേസ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെയുള്ളത് വിദ്യാഭ്യാസ പുനർനിർമ്മാണം അഥവാ റീകൺസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ പുനർനിർമ്മാണം. പിന്നെയുള്ളതോ മോണ്ടിസോറി രീതി എന്ന് പറയുന്നതാണ്. മോണ്ടിസോറി രീതി എന്ന് വെച്ചാൽ മോണ്ടിസോറിയുടെ തനതായ രീതി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഗിജുഭായ് ബദേക്കയെക്കുറിച്ചാണ്. ഗിജുഭായ് ബദേക്ക ആരാണ്? ഗിജുഭായ് ബദേക്ക 1885 മുതൽ 1939 വരെ ജീവിച്ചിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായ വ്യക്തിയാണ് ഗിജുഭായ് ബദേക്ക. അദ്ദേഹം അറിയപ്പെട്ട പേര് മൂച്ചലിമ അഥവാ മീശയുള്ള അമ്മ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മൂച്ചലിമ അഥവാ മീശയുള്ള അമ്മ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ് പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനായ ഗിജുഭായ് ബദേക്ക. ഗിജുഭായ് ബദേക്ക 1920 ഭാവനഗർ എന്ന സ്ഥലത്ത് അദ്ദേഹം സ്ഥാപിച്ചൊരു പ്രീ പ്രൈമറി സ്കൂളുണ്ട്. അതിൻ്റെ പേരാണ് ബാൽ മന്ദിർ എന്നാണ് പറയുന്നത്. അവിടുത്തെ മുഴുവൻ സമയ അധ്യാപകനാകാൻ വേണ്ടിയിട്ട് തൻ്റെ അഭിഭാഷക ജീവിതം വേണ്ട എന്ന വ്യക്തിയാണ് മുച്ചലിമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗിജുഭായ് ബദേക്ക. ഇദ്ദേഹം സ്ഥാപിച്ച പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പേരാണ് ബാല മന്ദിർ എന്ന് പറയുന്നത്. ബദേക്ക തൻ്റെ ദിവാസ്വപ്നം, അദ്ദേഹം ഗുജറാത്തിൽ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരാണ് ദിവാസ്വപ്നം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദിവാസ്വപ്നം എന്നുള്ള പുസ്തകത്തിൽ വിദ്യാഭ്യാസ പരീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും പിന്നീട് അത് പല ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ദിവാസ്വപ്ന എന്നാണ്. ഗിജുഭായ് ബദേക്കയുടെ പുസ്തകത്തിൻ്റെ പേര് ദിവാസ്വപ്ന എന്നാണ്. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ അദ്ദേഹം അഗാധമായിട്ട് വിശ്വസിച്ചിരുന്നു. അപ്പോൾ കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ബദേക്ക വളരെയധികം വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. അടുത്തതാണ് താരാഭായ് മോദകിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. താരാഭായ് മോദക് ആരാണ്? താരാഭായ് മോദക് 1892 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തയായ വിദ്യാഭ്യാസ വിചക്ഷണയാണ് താരാഭായ് മോദക്. 1921 രാജ്കോട്ടിലെ ബാർട്ടൺ ഫീമെയിൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പ്രിൻസിപ്പൽ. അതായത് ബാർട്ടൺ ഫീമെയിൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, അത് രാജ്കോട്ടിലാണ്. 1921 അവിടുത്തെ ആദ്യത്തെ ഇന്ത്യൻ പ്രിൻസിപ്പളായി പ്രവർത്തിച്ച വ്യക്തിയാണ് താരാഭായ് മോദക്. മരിയ മോണ്ടിസോറിയുടെ രചനകളുടെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ താരാഭായ് മോദകിനെ സ്വാധീനിച്ചിട്ടുള്ളത് മരിയ മോണ്ടിസോറിയുടെ രചനകളാണ്. അതിൻ്റെ സ്വാധീനത്തിൽ 1923 അജോലി രാജിവെച്ചിട്ട് ഭാവനഗറിലെ ഗിജുഭായ് ബദേക്കയുടെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. പിന്നീട് പ്രീ പ്രൈമറി സ്കൂൾ തലത്തിലെ അധ്യാപന ട്രെയിനിങ്ങിനായിട്ട് അവരെന്ത് ചെയ്തു? ഗിജുഭായ് ബദേക്കയുമായി ചേർന്നുകൊണ്ട് 1926 നൂതൻ ബാലശിക്ഷൺ സംഘ് NBSS എന്ന് പറയുന്ന സംഘടനയുടെ പേരാണ് നൂതൻ ബാലശിക്ഷൺ സംഘ്. 1926 നൂതൻ ബാലശിക്ഷൺ സംഘ് സ്ഥാപിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഗിജുഭായ് ബദേക്ക. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് പാവപ്പെട്ടവർക്കും അധസ്ഥിതർക്കും തുല്യ സ്ഥാനമുണ്ടെന്നും തുല്യ അവകാശമുണ്ടെന്നും ഇവർ ശക്തമായിട്ട് വിശ്വസിച്ചു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് പാവപ്പെട്ടവർക്കും അധസ്ഥിതർക്കും തുല്യ അവകാശമുണ്ടെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ആര്? ഈ ബദേക്ക, ഗിജുഭായ് ബദേക്ക. ഉയർന്ന പഠനച്ചെലവ് കാരണം മോണ്ടിസോറിയുടെ രീതികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാനായില്ല. ഇത് അംഗൻവാടി എന്ന ആശയത്തിലേക്കാണ് താരാഭായിയെ നയിച്ചത്. അപ്പോൾ പഠനച്ചെലവ് വളരെ ഉയർന്നത് കാരണം മോണ്ടിസോറിയുടെ വിദ്യാഭ്യാസ രീതികൾ ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ ആരാണ്? താരാഭായ് മോദക് അംഗൻവാടി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ചെന്നെത്തുകയാണ് ഉണ്ടായത്. ആദിവാസി മേഖലയിലാണ് താരാഭായ് തൻ്റെ ആദ്യത്തെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ ആദിവാസി മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാഭ്യാസ വിചക്ഷണയാണ് താരാഭായ് മോദക്. അവരുടെ വൈജ്ഞാനിക കഴിവുകളും മറ്റ് ഇതര കഴിവുകളും വികസിപ്പിക്കുന്നതിനായിട്ട് അവരുടെ ദൈനംദിന ജീവിതവുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ആര് പങ്കെടുപ്പിക്കുകയാണ്? താരാഭായ് മോദക് പങ്കെടുപ്പിക്കുകയാണ്. കല്ലും കളിമണ്ണും പൂക്കളും ഇലകളും പച്ചക്കറികളും തുടങ്ങി പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഇണക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? സാധനങ്ങൾ ഇണക്കുകയാണ് ഇവർ ചെയ്തത്. കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും ആരോഗ്യം, ശുചിത്വം, പോഷകാഹാരം എന്നിവയെക്കുറിച്ച് അവബോധം നൽകിയതും ഈ പറയുന്ന താരാഭായ് മോദക് തന്നെയാണ്. താരാഭായിയുടെ സ്കൂളുകൾ വളരെ വിജയകരവും ജനപ്രിയവുമായിട്ടുള്ള സ്കൂളുകളായിരുന്നു. അപ്പോൾ താരാഭായിയുടെ സ്കൂളുകൾ എങ്ങനെയുള്ള സ്കൂളുകളായിരുന്നു? ജനപ്രിയമായിരുന്നു, വളരെയധികം വിജയകരവുമായിട്ടുള്ള സ്കൂളുകളുമായിരുന്നു. ഈ മാതൃക പിൽക്കാലത്ത് സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്ന് പറയുന്ന ICDS എന്ന പദ്ധതി നടപ്പിലാക്കിയത് താരാഭായ് മോദകിൻ്റെ സ്കൂളുകൾ, അംഗൻവാടി എന്ന് പറഞ്ഞ സ്കൂളുകൾ എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ടാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടാണ് ICDS അറിയപ്പെടുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നായിട്ടാണ് ICDS കണക്കാക്കപ്പെടുന്നത്.
1962 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വിദ്യാഭ്യാസ വിചക്ഷണയാണ് താരാഭായി മോദക്. അപ്പോൾ താരാഭായി മോദകിനെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചത് 1962 ഇനി നമുക്ക് അടുത്ത പ്രശസ്ത വിദ്യാഭ്യാസ പണ്ഡിതനായ ജോൺ ഡ്യൂയിയെക്കുറിച്ച് നോക്കാം. ജോൺ ഡ്യൂയി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1859 മുതൽ 1952 വരെയുള്ളൊരു കാലഘട്ടമാണ് ജോൺ ഡ്യൂയിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ ഡ്യൂയിയുടെ കാലഘട്ടം എന്നാണ് 1859 മുതൽ 1952 വരെയുള്ളൊരു കാലഘട്ടമാണ് ജോൺ ഡ്യൂയിയുടെ കാലഘട്ടം. വിദ്യാഭ്യാസം അല്ലേ, ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വച്ച വിഖ്യാത ദാർശനികനാണ് ജോൺ ഡ്യൂയി. ജീവിതം തന്നെയാണ് വിദ്യാഭ്യാസം എന്നുള്ള മഹത്തരമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വിഖ്യാത ദാർശനികനാണ് ജോൺ ഡ്യൂയി. ഉപയോഗപ്രദമായ എന്തും മൂല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി അല്ലേ. ഉപയോഗപ്രദമായിട്ടുള്ള എന്തും മൂല്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചിരുന്ന തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി. ജീവിതം എന്നത് നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണെന്നും അത് എപ്പോഴും കർമ്മനിരതമായിരിക്കണമെന്നും വിശ്വസിച്ച വ്യക്തിയുമാണ് ജോൺ ഡ്യൂയി. ഇപ്പോൾ ജീവിതം നിരന്തരമായ പരീക്ഷണ പ്രക്രിയയാണെന്നും അതെപ്പോഴും കർമ്മനിരതമായിരിക്കണമെന്നും ജോൺ ഡ്യൂയി വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്ര ചിന്തകൾ പ്രയോഗവാദം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ജോൺ ഡ്യൂയിയുടെ ചിന്തകൾ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? പ്രയോഗവാദം എന്ന പേരിലാണ് പ്രശസ്തി ആർജിച്ചിരുന്നത്. അപ്പോൾ ജോൺ ഡ്യൂയിയുടെ ചിന്തകൾ പ്രയോഗവാദം എന്ന പേരിലാണ് പ്രശസ്തി ആർജിച്ചിരുന്നത്. യുക്തിചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകനാണ് ആര്? ജോൺ ഡ്യൂയി. യുക്തിചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകനാണ് ജോൺ ഡ്യൂയി. ഒരു കുട്ടിയിലും അല്ലെ ഒരു കുട്ടിയുടെയും നിലവിലുള്ള ശേഷികളും നൈപുണികളും വ്യത്യസ്തമാവുമെന്നതുകൊണ്ട് തന്നെയാണ് പൊതുവായിട്ട് പഠനോദ്ദേശങ്ങൾ നിർണ്ണയിക്കുന്നത് ശരിയല്ല എന്ന് ആരഭിപ്രായപ്പെട്ടത്? ജോൺ ഡ്യൂയി അഭിപ്രായപ്പെട്ടത്. ഓരോ കുട്ടിയുടെയും നിലവിലുള്ള ശേഷികളും നൈപുണികളും വ്യത്യസ്തമാവുമെന്നതുകൊണ്ട് തന്നെ പൊതുവായി പഠനോദ്ദേശങ്ങൾ നിർണ്ണയിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമായിരുന്നു ജോൺ ഡ്യൂയിക്ക് ഉണ്ടായിരുന്നത്. ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ദാർശനികനായിട്ടാണ് ജോൺ ഡ്യൂയി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ജനാധിപത്യ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു ദാർശനികനായിട്ടാണ് ജോൺ ഡ്യൂയിയെ കണക്കാക്കുന്നത്. നീതിപൂർണമായ ഒരു സാമൂഹ്യ അവസ്ഥയുടെ സൃഷ്ടിയാവണം വിദ്യാഭ്യാസം എന്ന് വാദിച്ച വ്യക്തിയാരാണ്? അത് ജോൺ ഡ്യൂയി തന്നെയാണ് അല്ല. നീതിപൂർണമായ ഒരു സാമൂഹ്യ അവസ്ഥയുടെ സൃഷ്ടിയാവണം വിദ്യാഭ്യാസം എന്നാണ് ജോൺ ഡ്യൂയി വാദിച്ചത്. ജോൺ ഡ്യൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്ന പേരാണ് പ്രോഗ്രവിസം എന്നാണ് അല്ല, പ്രോഗ്രസീവിസം. ജോൺ ഡ്യൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? അത് പ്രോഗ്രസീവിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ പ്രയുക്തവാദം അഥവാ പ്രാക്ടിക്കലിസം എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെയോ പരീക്ഷണവാദം അഥവാ എക്സ്പെരിമെൻ്റലിസം എന്ന പേരിലും അറിയപ്പെടുന്നു. ജോൺ ഡ്യൂയിയുടെ തത്വശാസ്ത്ര ചിന്തകൾ അറിയപ്പെടുന്നത് പ്രോഗ്രസീവിസം എന്ന പേരിൽ അഥവാ എന്ത് പേരിൽ അറിയപ്പെടുന്ന? പ്രയുക്തവാദം അഥവാ പ്രാക്ടിക്കലിസം എന്ന പേരിൽ, അതല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലിസം അഥവാ പരീക്ഷണവാദം എന്ന പേരിൽ. ഇപ്പോൾ പുരോഗമനപരമായിട്ടുള്ളതും പ്രയുക്തപരപരമായിട്ടുള്ളതും പരീക്ഷണവാദപരവുമായിട്ടുള്ളതാണ് ഇത്. ഇനി ജോൺ ഡ്യൂയിയുടെ പ്രധാന വിദ്യാഭ്യാസ ചിന്തകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഡ്യൂയിയുടെ പ്രധാന വിദ്യാഭ്യാസ ചിന്തകൾ അല്ലേ. കുട്ടിയുടെ അടിസ്ഥാന പ്രകൃതം സൃഷ്ടിപരവും പ്രകടനപരവും ആകാംക്ഷ നിറഞ്ഞതുമാണ്. കുട്ടിയുടെ അടിസ്ഥാന പ്രകൃതം എന്നത് സൃഷ്ടിപരവും പ്രകടനപരവും ആകാംക്ഷ നിറഞ്ഞതുമാണ്. അത് പ്രയോജനപ്പെടുത്തുന്നതാവണം വിദ്യാഭ്യാസം എന്നാണ് ഇത് പറയപ്പെടുന്നത്. പിന്നെയോ സാമൂഹ്യ ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ട നൈപുണികളും ശേഷികളുമാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം സ്വായത്തമാക്കേണ്ടത് എന്ന് പറഞ്ഞതാരാണ്? അത് ജോൺ ഡ്യൂയിയാണ്. സാമൂഹ്യ ജീവിതം ഏറ്റവും മികച്ചതാക്കാനായിട്ട് വേണ്ട നൈപുണികളും ശേഷികളുമാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കേണ്ടത് എന്ന് പറഞ്ഞതാണ് ജോൺ ഡ്യൂയി. ജനാധിപത്യമാണ് ഫലപ്രദമായ സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെന്നും ജനാധിപത്യ പരിശീലന കളരികളാവണം വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞതും ജോൺ ഡ്യൂയി തന്നെയാണ്. തുല്യതയും സഹകരണവുമാണ് ജനാധിപത്യത്തിൻ്റെ മുഖ്യ ആശയങ്ങൾ. അത് വിദ്യാലയ പ്രവർത്തനങ്ങളിൽ പ്രകടമാക്കണം എന്ന് പറഞ്ഞതും ജോൺ ഡ്യൂയി തന്നെയാണ്. അതേപോലെ ഉപയോഗയോഗ്യത എന്നതാണ് ഡ്യൂയിയുടെ മുഖ്യ പാഠ്യപദ്ധതിക്ക് നൽകുന്ന പരിഗണന. അതായത് യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഉപയുക്തത അഥവാ ഉപയോഗയോഗ്യതയാണ് ഡ്യൂയിയുടെ മുഖ്യ പഠന പദ്ധതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. കുട്ടിയുടെ വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പാഠ്യപദ്ധതി ക്രമീകരിക്കുക എന്നതാണ് ഇവിടെയുള്ളത് അല്ലേ. കുട്ടിയുടെ വികാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി പാഠ്യപദ്ധതി ക്രമീകരിക്കുക എന്നത് ഇവിടെയുണ്ട്. കുട്ടികളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് അയവുള്ളതാവണം പാഠ്യപദ്ധതി എന്നതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ കുട്ടികളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് അയവുള്ളതാകണം പാഠ്യപദ്ധതി എന്ന ശൈലിയും ഇവിടെയാണ് ഉള്ളത്. അനുഭവാധിഷ്ഠിതമാകണം പഠനം എന്നും ഇദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാഴ്ചപ്പാടാണ് പഠനം എന്ന് പറയുന്നത് അനുഭവ അധിഷ്ഠിതമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോളജ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് മോർ യൂസ്ഫുൾ ആൻഡ് റീറ്റൈൻഡ് ലോങ്ങർ എന്നാണ് പറയുന്നത്. നോളജ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് മോർ യൂസ്ഫുൾ ആൻഡ് റീറ്റൈൻഡ് ലോങ്ങർ എന്നാണ് പറയുന്നത്.
പ്രശ്നപരിഹരണവും പ്രൊജക്റ്റുകളുമാണ് പഠനരീതിയായിട്ട് ഡ്യൂയി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹരണവും പ്രൊജക്റ്റുകളുമാണ് പഠനരീതിയായി ഡ്യൂയി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഡ്യൂയിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. അല്ലെ, ഡ്യൂയിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ്? വിദ്യാലയവും സമൂഹവും, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നു. വിദ്യാലയവും സമൂഹവും, ദ സ്കൂൾ ആൻഡ് സൊസൈറ്റി. അതേപോലെ വിദ്യാലയവും കുട്ടിയും, ദ സ്കൂൾ ആൻഡ് ദ ചൈൽഡ്. അല്ലെ, ദ സ്കൂൾ ആൻഡ് ദ ചൈൽഡ്, നാളത്തെ വിദ്യാലയം, സ്കൂൾ ഓഫ് ടുമാറോ, ദ സ്കൂൾ ഓഫ് ടുമാറോ. വിദ്യാഭ്യാസം ഇന്ന്, എഡ്യൂക്കേഷൻ ടുഡേ. ജനാധിപത്യവും വിദ്യാഭ്യാസവും, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നിവയൊക്കെയാണ് ഈ ജോൺ ഡ്യൂയിയുടെ പ്രധാനപ്പെട്ട കൃതികളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട പണ്ഡിതനായിട്ടുള്ള ജോൺ ലോക്കിൻ്റെ കണ്ടെത്തലുകൾ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജോൺ ലോക്ക് 1632 മുതൽ 1704 വരെയുള്ള കാലഘട്ടമാണ് ജോൺ ലോക്ക് എന്ന വിദ്യാഭ്യാസ പണ്ഡിതൻ്റെ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ജനിക്കുമ്പോൾ ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നതെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ലോക്ക്. അപ്പോൾ ജോൺ ലോക്ക് പറഞ്ഞ കാര്യം എന്താണ്? ജനിക്കുമ്പോൾ ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ജോൺ ലോക്ക്. ഇദ്ദേഹം ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്ന ചിന്താധാരയുടെ പിതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ലിബറലിസം എന്ന ചിന്താധാരയുടെ പിതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ടാബുല രാസ തിയറി അഥവാ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന തിയറിയാണ്. ടാബുലാർ തിയറി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന തിയറിയാണ് ജോൺ ലോക്കിൻ്റെ സിദ്ധാന്തമായിട്ട് കണക്കാക്കുന്നത്. ജോൺ ലോക്കിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഉത്തമ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. അപ്പോൾ ജോൺ ലോക്കിൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഉത്തമ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നന്മയായിരിക്കണമെന്ന അഭിപ്രായമാണ് ജോൺ ലോക്കിനുള്ളത്. അല്ലെ, വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മയായിരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇനി നമുക്ക് അടുത്ത വിദ്യാഭ്യാസ പണ്ഡിതനെക്കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെർബർട്ട് സ്പെൻസർ എന്നാണ് പേര്. അല്ലെ, ഹെർബർട്ട് സ്പെൻസർ. എന്താണ് ഹെർബർട്ട് സ്പെൻസർക്ക് പറയുവാനുള്ളത്? സ്പെൻസറുടെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കാനുള്ള കളരിയായിട്ട് കരുതപ്പെടുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അല്ലെ, സ്പെൻസറുടെ കാഴ്ചപ്പാടിൽ സാമൂഹ്യ കാര്യക്ഷമതയുടെ ബാലപാഠങ്ങൾ പഠിക്കാനായിട്ടുള്ള കളരിയായിട്ടാണ് കുടുംബത്തെ കണക്കാക്കുന്നത്. കഠിന ശിക്ഷകൾ കൊടുത്ത് കുട്ടികളിൽ അച്ചടമുണ്ടാക്കാനായിട്ട് ചില മാതാപിതാക്കൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ മനോശിക്ഷണം സ്വീകരിക്കേണ്ടത് അഥവാ പാലിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ആർക്കുള്ളത്? സ്പെൻസർക്ക് ഉള്ളത്. കുട്ടികൾ അതേപടി വളരും, അതായത് കൂടുതൽ കടുത്ത ശിക്ഷകൾ നൽകിയാൽ കുട്ടികൾ അതേപടി വളരുമെന്നും പ്രകൃതി നൽകുന്ന ശിക്ഷ കുട്ടികളിൽ ആത്മശിക്ഷണം വളർത്തും എന്നുമാണ് ഈ പറയുന്ന സ്പെൻസറുടെ അഭിപ്രായം. ഉദാഹരണമായിട്ട് സാധനങ്ങൾ കുഴച്ചുമറിച്ചാലേ കുട്ടിയെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവാടിക്ക് വേപ്പിക്കണം. ഇതിനൊന്നും കഠിനമായ ശിക്ഷ നൽകരുത് എന്നാണ് പറയുന്നത്. ഇനി സ്പെൻസർ രചിച്ച കൃതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് സ്പെൻസറുടെ കൃതിയാണ്. ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ സ്പെൻസറുടെ കൃതിയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സ്പെൻസറുടെ കൃതിയാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് സ്പെൻസറുടെ കൃതിയാണ്. എഡ്യൂക്കേഷൻ, ഇൻ്റലക്ച്വൽ, മോറൽ ആൻഡ് ഫിസിക്കൽ എന്ന് പറയുന്നതും സ്പെൻസറുടെ കൃതിയാണ്. അപ്പോൾ സ്പെൻസറുടെ കൃതികൾ ഏതെല്ലാമാണ്? ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, എഡ്യൂക്കേഷൻ, ഇൻ്റലക്ച്വൽ, മോറൽ ആൻഡ് ഫിസിക്കൽ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെൻസറുടെ കൃതികളാണ്. ഇനി പൗലോ ഫ്രയർ, അല്ലെ, പൗലോ ഫ്രയർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അല്ലെ, 1921 മുതൽ 1997 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിദ്യാഭ്യാസ പണ്ഡിതനാണ് പൗലോ ഫ്രയർ എന്ന് പറയുന്ന വ്യക്തി. അല്ലെ, പൗലോ ഫ്രയർ ആരാണ്? 1921 മുതൽ 1997 വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പൗലോ ഫ്രയർ. നിഷ്ക്രിയമായ പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ പൗലോ ഫ്രയർ എന്ന് പറയുന്നത്. അപ്പം നിഷ്ക്രിയമായ പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് വിദ്യാഭ്യാസത്തിലെ നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് പൗലോ ഫ്രയർ. വിദ്യാഭ്യാസം മോചനത്തിന് വിധേയമാകണമെന്ന് വിശ്വസിച്ചിരുന്നൊരു ദാർശനികനും കൂടിയാണ് ആര്? ഈ പൗലോ ഫ്രയർ. അതായത് വിദ്യാഭ്യാസം മോചനത്തിന് വിധേയമാകണമെന്ന് വിശ്വസിച്ചിരുന്ന ദാർശനികനാണ് പൗലോ ഫ്രയർ. ആധുനിക വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് പൗലോ ഫ്രയർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: ഇന്ന് വിദ്യാഭ്യാസ സമൂഹത്തിന് രൂപം നൽകുകയല്ല ചെയ്യുന്നത്, അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമൂഹം വിദ്യാഭ്യാസത്തിന് രൂപം നൽകുകയാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ന് വിദ്യാഭ്യാസം സമൂഹത്തിന് രൂപം കൊടുക്കുകയല്ല ചെയ്യുന്നത്, അധികാരത്തിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമൂഹം വിദ്യാഭ്യാസത്തിന് രൂപം നൽകുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പൗലോ ഫ്രയർ എന്ന് പറയുന്ന വ്യക്തി. വിമർശനാവബോധം സൃഷ്ടിക്കലും
അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസം എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടായിരുന്നു. അല്ല, വിമർശനാവബോധം സൃഷ്ടിക്കലും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പൗളോ ഫ്രെയർ തന്നെയാണ്. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാംസ്കാരിക നവീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നതും ഫ്രെയറുടെ സിദ്ധാന്തമാണ്. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സാമൂഹിക നവീകരണമായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതും ആരാണ്? ഫ്രെയറാണ്. നിലവിലുള്ള പഠനരീതി അറിവുകൾ കുത്തിനിറയ്ക്കുന്ന ബാങ്കിംഗ് രീതിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും പൗലോ ഫ്രെയറാണ്. നിലവിലുള്ള പഠനരീതി എന്ന് പറയുന്നത് അറിവുകൾ കുത്തിനിറയ്ക്കുന്ന ബാങ്കിംഗ് രീതിയാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് പൗലോ ഫ്രെയർ. ഇനി ഫ്രെയറുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ഫ്രെയറുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തൊക്കെയാണ്? വിമർശനത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും കാതലായ കാര്യമായിട്ടാണ് ഫ്രെയർ നിരീക്ഷിച്ചത്. വിമർശനത്തെ വിദ്യാഭ്യാസത്തിൻ്റെയും പഠനത്തിൻ്റെയും കാതലായിട്ട് ഫ്രെയർ നിരീക്ഷിച്ചു. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതി, അതാണ് ഫ്രെയർ വിഭാവനം ചെയ്തത്. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കമാണ് ഫ്രെയർ വിഭാവനം ചെയ്തത്. അമൂർത്ത ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നാണ് ഫ്രെയർ വാദിച്ചത്. അമൂർത്തമായ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നാണ് ഫ്രെയർ വാദിച്ചത്. കൂട്ടായ അന്വേഷണവും സംവാദവും ആശയവിനിമയവുമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നടക്കേണ്ടത് എന്നും ഫ്രെയർ വാദിക്കുകയുണ്ടായി. കൂട്ടായ അന്വേഷണവും സംവാദവും ആശയവിനിമയവുമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നടക്കേണ്ടതെന്നാണ് ഫ്രെയർ വാദിച്ചത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രെയറുടെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രെയറുടെ പ്രശസ്തമായ കൃതിയുടെ പേരാണ് പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്നതാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പൗലോ ഫ്രെയറുടെ പ്രശസ്തമായ കൃതി. മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മർദ്ദിതരുടെ ബോധനശാസ്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൗലോ ഫ്രെയറുടെ മറ്റ് പുസ്തകങ്ങൾ എന്തെല്ലാമാണ്? എഡ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എഡ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ്, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, അല്ലെ, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിവയാണ് പൗലോ ഫ്രെയറിൻ്റെ മറ്റ് പുസ്തകങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പൗലോ ഫ്രെയറിൻ്റെ മറ്റ് പുസ്തകങ്ങൾ എന്തെല്ലാമാണ്? എഡ്യൂക്കേഷൻ ഫോർ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ്, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിവയാണ് ഈ പറയുന്ന പൗലോ ഫ്രെയറിൻ്റെ മറ്റ് കൃതികളായി കണക്കാക്കുന്നത്. ഇനി നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചൊന്ന് നോക്കാം. അല്ല, രവീന്ദ്രനാഥ ടാഗോർ, എന്താണ് രവീന്ദ്രനാഥ ടാഗോറിന് പറയുവാനുള്ളത്? 1861 മുതൽ 1941 വരെയുള്ള ജീവിത കാലഘട്ടമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജീവിത കാലഘട്ടം. ഭാരതീയ തത്വചിന്തയിലും സംസ്കാരത്തിലും അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന ടാഗോർ സാർവദേശീയതയെ ആണ് പ്രഥമമായിട്ട് കണ്ടത്. സാർവദേശീയത എന്ന വികാരത്തെ പ്രഥമമായി കണ്ട വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ഭാരതീയ തത്വചിന്തയിലും സംസ്കാരത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഭാരതീയ സംസ്കാരത്തെ ലോക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ടാഗോർ പരിഗണിച്ചത്, അല്ലേ? ഭാരതീയ സംസ്കാരത്തെ ലോക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അന്തർദേശീയ സഹകരണം, വിശ്വപൗരത്വം തുടങ്ങിയ ആശയങ്ങളും മുന്നോട്ട് വെച്ച ദേശീയവാദിയാണ് ആര്? ടാഗോർ. അന്തർദേശീയ സഹകരണം, വിശ്വപൗരത്വം തുടങ്ങിയ ആശയങ്ങൾ മുമ്പോട്ട് വെച്ച ദേശീയവാദിയായിട്ടാണ് നമ്മൾ ടാഗോറിനെ കണക്കാക്കുന്നത്. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത്. മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ടാഗോറാണ്. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് എന്നും അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സുരക്ഷ സാധ്യമാകണമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ ടാഗോറാണ്. സ്കൂളിനെ വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സ്കൂളിനെ വിശേഷിപ്പിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ തടവറ എന്നാണ് എന്നുകൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക. ടാഗോർ സ്ഥാപിച്ച വിദ്യാലയത്തിൻ്റെ പേര് നമുക്കറിയാം. അത് ശാന്തിനികേതനം എന്ന പേരിലാണ് സ്ഥാപിച്ചത്. അത് വിശ്വഭാരതിയായി തീർന്ന വർഷമാണ് 1921. വിശ്വഭാരതിയിലെ ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ് വിശ്വഭാരതിയിലെ ചാൻസലർ എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. വിശ്വഭാരതി സർവകലാശാലയ്ക്ക് ഒരു ആപ്തവാക്യമുണ്ട്. ആ ആപ്തവാക്യമാണ് യത്ര വിശ്വം ഭവത്യേകനീടം എന്ന് പറയുന്നത്. ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാകുന്നു എന്നുള്ളതാണ് യത്ര വിശ്വം ഭവത്യേകനീടം എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യത്തിൻ്റെ അർത്ഥം.
അതെ, ശാന്തിനികേതനം എന്ന് പറയുന്നുണ്ട് അല്ലേ. ശാന്തിനികേതനം നമുക്കറിയാം. ശാന്തിനികേതനം എന്ന് വെച്ചാൽ എന്താണ്? വിശ്വഭാരതി സർവകലാശാല രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ പേരാണ് ശാന്തിനികേതനം എന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വചനമാണ്, മനുഷ്യൻ രണ്ട് ലോകങ്ങളിൽ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യവും ഒരെണ്ണം ആന്തരികവുമാണ്. ആന്തരികമായ മാനവശേഷികളെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കടമയെന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറിൻ്റെ ഭാഷയിൽ ശിക്ഷാഭവൻ, കോളേജ് അറിയപ്പെട്ടിരുന്ന പേര് ശിക്ഷാഭവൻ എന്നും, സംഗീതവും നൃത്തവും അഭ്യസിപ്പിക്കുന്ന സ്ഥലം കലാഭവൻ എന്നും, കൈത്തൊഴിലുകൾ അഭ്യസിപ്പിക്കുന്ന സ്ഥലം ശില്പഭവൻ എന്നും, അധ്യാപക പരിശീലനം നൽകുന്ന സ്ഥലം വിനയഭവനമെന്നുമാണ് ടാഗോർ അഭിപ്രായപ്പെട്ടിരുന്നത്. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ടാഗോർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ടാഗോർ പറഞ്ഞിരിക്കുന്നത്. ഭാവനാശേഷി, സർഗപരത, യുക്തിചിന്ത തുടങ്ങിയ ബൗദ്ധിക ശേഷികൾ വികസിപ്പിക്കുക എന്നതാണ് ടാഗോർ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കുട്ടിക്ക് തൻ്റെ പഠനരീതികൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണം എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത്. വിശ്വമാനവികതയോട് ആദരവും സ്നേഹവും വികസിപ്പിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ടാഗോർ തന്നെയാണ്. മാതൃഭാഷയാകണം ബോധനമാധ്യമം എന്ന് അഭിപ്രായപ്പെട്ടതും മറ്റാരുമല്ല, ടാഗോർ തന്നെയാണ്. മാതൃഭാഷയാവണം ബോധനമാധ്യമം എന്ന് അഭിപ്രായപ്പെട്ടതും ടാഗോർ തന്നെയാണ്. തദ്ദേശീയമായ അറിവുകൾക്കൊപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും നൈപുണ്യം നേടണം എന്നാണ് ടാഗോർ പറഞ്ഞത്. തദ്ദേശീയമായ അറിവുകൾക്കൊപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും നൈപുണ്യം നേടണം എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത്. മാനസികവും സദാചാരപരവുമായ വികാസം സാധ്യമാകണം എന്ന അഭിപ്രായവും ടാഗോറിനുണ്ടായിരുന്നു. മാനസികവും സദാചാരപരവുമായ വികാസം സാധ്യമാകണമെന്ന അഭിപ്രായവും ടാഗോറിന് ഉണ്ടായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങിയുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് എന്നാണ് ടാഗോർ അഭിപ്രായപ്പെട്ടത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വൈവിധ്യമുള്ള പഠന വിഷയങ്ങൾ കൂടി വേണമെന്നും അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വൈവിധ്യമുള്ള പഠന വിഷയങ്ങൾ വേണമെന്ന അഭിപ്രായം ടാഗോറിനുണ്ടായിരുന്നു. ക്ലാസ് മുറിക്കപ്പുറത്ത് വിശാലമായ ലോകമാണ് കുട്ടികൾ പഠന വിഷയമാക്കേണ്ടത് എന്ന് പറഞ്ഞതും ടാഗോർ തന്നെയാണ്. ക്ലാസ് മുറിക്കപ്പുറത്ത് വിശാലമായ ലോകമാണ് കുട്ടികൾ പഠന വിഷയമാക്കേണ്ടത് എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? ടാഗോർ തന്നെയാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. സ്വാമി വിവേകാനന്ദൻ 1863 1902 കാലഘട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിത കാലഘട്ടമായി കണക്കാക്കുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? സാമൂഹികവും സാമ്പത്തികവുമായിട്ട് പിന്നോക്കം നൽകുന്ന ജനങ്ങളുടെ സേവനത്തിന് സന്നദ്ധതയോടുകൂടി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ചെയ്യേണ്ടുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നൽകുന്ന ജനങ്ങളുടെ സേവനത്തിനായി സന്നദ്ധതയോടുകൂടി മുന്നോട്ട് വരണം എന്നതാണ് പറയുന്നത്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ അധ്യാപനം വിജയമാകുന്നത് എപ്പോഴാണ്? വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ അധ്യാപനം വിജയമാകുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ഇടപെടലുകൾ നടത്തുമ്പോഴാണ് അല്ലേ. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ് അധ്യാപനം വിജയമാകുന്നത്, സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയാണ്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ആത്മീയത, വ്യക്തിത്വം, മനുഷ്യത്വം എന്നിവയാണ്. വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകേണ്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ആത്മീയത, വ്യക്തിത്വം, മനുഷ്യത്വം എന്നീ ഗുണങ്ങളാണ് ഉണ്ടാവേണ്ടുന്നത്. ഒരു ചെടി വളരുന്നത് പോലെ കുട്ടിയും വളരുമെന്നും അധ്യാപകനെ ഒരു തോട്ടക്കാരൻ ചെയ്യുന്നത് പോലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂവെന്നുമാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്. ഒരു ചെടി വളരുന്നത് പോലെ കുട്ടി വളരുമെന്നും അധ്യാപകനോ ഒരു തോട്ടക്കാരൻ ചെയ്യുന്നത് പോലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂവെന്നും അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദനാണ്. അറിവുകൾ ജന്മസിദ്ധവും അന്തർലീനവുമാണെന്നും അതിനെ പുറത്തു കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞത് വിവേകാനന്ദൻ തന്നെയാണ്. അറിവുകൾ ജന്മസിദ്ധവും അന്തർലീനവുമാണെന്നും അതിനെ പുറത്തു കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞത് വിവേകാനന്ദനാണ്. കായികശേഷികളുടെ വികാസം, സന്മാർഗ വിദ്യാഭ്യാസം, തൊഴിലഭ്യസനം, ബ്രഹ്മചര്യം തുടങ്ങിയവ വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ്. കായികശേഷികളുടെ വികാസം, സന്മാർഗ വിദ്യാഭ്യാസം, തൊഴിലഭ്യസനം, ബ്രഹ്മചര്യം തുടങ്ങിയവ വിവേകാനന്ദൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ദേശീയ ബോധം, സ്വാതന്ത്ര്യബോധം, ശാസ്ത്രവേദാന്ത സമന്വയം തുടങ്ങിയവയ്ക്ക് വിവേകാനന്ദൻ ഊന്നൽ കൊടുത്തു. ദേശീയബോധം, സ്വാതന്ത്ര്യബോധം, ശാസ്ത്രവേദാന്ത സമന്വയം എന്നിവയ്ക്ക് വിവേകാനന്ദൻ ഊന്നൽ കൊടുക്കുകയുണ്ടായി.
സ്ത്രീ പുരുഷ തുല്യത, സമസ്ത ജനങ്ങളുടെയും സാഹോദര്യം, ക്ഷേമം എന്നീ ആശയങ്ങളും സ്വാമി വിവേകാനന്ദൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സ്ത്രീ പുരുഷ തുല്യത, സമസ്ത ജനങ്ങളുടെയും സാഹോദര്യം, ക്ഷേമം എന്നീ ആശയങ്ങളും സ്വാമി വിവേകാനന്ദൻ മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. വിദ്യാഭ്യാസത്തെ വിവേകാനന്ദൻ നിർവചിച്ചത് വിദ്യാഭ്യാസം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദൈവീക സമ്പൂർണ്ണതയുടെ പ്രകാശനമാണ് എന്നാണ്. വിദ്യാഭ്യാസം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ദൈവീക സമ്പൂർണ്ണതയുടെ പ്രകാശനമാണ് എന്നാണ് വിവേകാനന്ദൻ നിർവചിച്ചത്. കേവലം സാക്ഷരത വിദ്യാഭ്യാസമേ അല്ല എന്നും പദങ്ങൾ പഠിച്ചതുകൊണ്ടോ ആശയങ്ങൾ ഉരുവിട്ടതുകൊണ്ടോ ഒരാൾ പണ്ഡിതനാകുന്നില്ല എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേവലം സാക്ഷരത എന്നത് വിദ്യാഭ്യാസമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നില്ല. അതേപോലെ പദങ്ങൾ പഠിച്ചതുകൊണ്ടോ ആശയങ്ങൾ ഉരുവിട്ടതുകൊണ്ടോ ഒരാൾ പണ്ഡിതനാകുന്നില്ല എന്നും വിവേകാനന്ദൻ അഭിപ്രായപ്പെടുകയുണ്ടായി. മാനവ നിർമ്മാണ വിദ്യാഭ്യാസം അഥവാ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യമെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. മാൻ മേക്കിംഗ് എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യമെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അഭിലഷണീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയാണ് വിദ്യാലയ ധർമ്മമെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഭിലഷണീയമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുകയാണ് വിദ്യാഭ്യാസ ധർമ്മം എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അനുഭവ പരമ്പരയുടെ ഉദ്ഗ്രഥനമാണ് ഗവേഷണങ്ങൾക്ക് വഴിവയ്ക്കുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു. അനുഭവ പരമ്പരയുടെ ഉദ്ഗ്രഥനമാണ് ഗവേഷണങ്ങൾക്ക് വഴിവയ്ക്കുന്നത് എന്നും ഇദ്ദേഹം പറയുകയുണ്ടായി. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അപ്പോൾ മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്. ഏകാഗ്രത അഥവാ ശ്രദ്ധ ഉണ്ടാകാനുള്ള രീതിയാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടുന്നത്. ഏകാഗ്രത അഥവാ ശ്രദ്ധ ഉണ്ടാകാനുള്ള രീതിയാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടത്. സ്വയം പഠനത്തിന് അവരെ യോഗ്യരാക്കിയാൽ അവർ താനേ പഠിച്ചുകൊള്ളും എന്നാണ് വിവേകാനന്ദൻ്റെ അഭിപ്രായം. മനസ്സാ വാചാ കർമ്മണ സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ. മനസ്സാ വാചാ കർമ്മണ സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം അധ്യാപകൻ എന്നും വിവേകാനന്ദൻ അഭിപ്രായപ്പെടുകയുണ്ടായി. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി നമുക്ക് മഹാത്മാഗാന്ധിയെ ഒന്ന് നോക്കാം അല്ലേ. മഹാത്മാഗാന്ധി 1869 മുതൽ 1948 വരെ ജീവിച്ച മഹാത്മജി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ലാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധനാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ അഭിപ്രായം എന്താണ്? കുട്ടിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ലാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധനാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഗാന്ധിജി പറയുന്നത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, സ്വാശ്രയശീലത്തെക്കുറിച്ചാണ്, ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസത്തെക്കുറിച്ചുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഗാന്ധിജി പറയുന്നത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതിൻ്റെ പ്രാധാന്യം, സ്വാശ്രയശീലം, ശാരീരികവും മാനസികവുമായ വ്യക്തിത്വ വികാസം എന്നിവയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രവർത്തനങ്ങളിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത്. ഒരു കൈത്തൊഴിലിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടത് എന്നത് ഗാന്ധിജിയുടെ ദർശനമായിരുന്നു. അപ്പോൾ കൈത്തൊഴിലിലൂടെയാണ്, അതായത് വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന ആശയത്തിൻ്റെ വക്താവാണ് മഹാത്മാഗാന്ധി. ഇപ്പോൾ വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വക്താവാണ് മഹാത്മാഗാന്ധി. കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ഗാന്ധി ബോധവാനായിരുന്നു. ശരീരവും മനസ്സും ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനായിട്ട് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാലയങ്ങളിൽ അവലംബിക്കേണ്ടുന്ന ബോധന രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്: നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് ശ്രദ്ധിച്ചിരുന്നത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് പറഞ്ഞത് ഗാന്ധിജിയാണ്. കുട്ടികളുടെ മനസ്സിൽ പലതരത്തിലുള്ള അറിവുകളും കുത്തി നിറയ്ക്കുക എന്നതായിരുന്നു നമ്മളുടെ ലക്ഷ്യമെന്നും അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നുമാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അടിയന്തര ലക്ഷ്യമായിട്ട് ഗാന്ധിജി കണക്കാക്കിയത് എന്താണെന്ന് സ്വാശ്രയത്വം ആണ്. സ്വാശ്രയത്വം, അതായത് സ്കൂൾ വിദ്യാഭ്യാസം തന്നെ തൊഴിൽ ചെയ്തുകൊണ്ട് സ്വാശ്രയമായിരിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. വ്യക്തിത്വ സംസ്കരണത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സാംസ്കാരിക ലക്ഷണമായിട്ട് ഗാന്ധിജി പരിഗണിക്കുകയാണ് അല്ലേ. വ്യക്തിത്വ സംസ്കരണത്തെ വിദ്യാഭ്യാസത്തിൻ്റെ സാംസ്കാരിക ലക്ഷണമായിട്ട് ഗാന്ധിജി പരിഗണിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാ ശേഷികളുടെയും സമതുലിതമായ വികാസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം.
മനുഷ്യൻ്റെ എല്ലാ ശേഷികളുടെയും സമതുലിതമായ വികാസമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. കുട്ടികളിൽ സന്മാർഗ ചിന്തയും സൽസ്വഭാവം വികസിപ്പിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഗാന്ധിജി പരിഗണിക്കുകയാണ്. കുട്ടികളിൽ സന്മാർഗ ചിന്തയും സൽസ്വഭാവവും വികസിപ്പിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഗാന്ധിജി പരിഗണിക്കുകയാണ്. ആത്മസംസ്കരണത്തോടൊപ്പം സാമൂഹ്യ ബോധമുള്ള മികച്ച പൗരനായിട്ട് വളരാനും വിദ്യാഭ്യാസം ഉതകണം എന്ന ചിന്തയാണ് ഗാന്ധിജിക്കുണ്ടായിരുന്നത്. ആത്മസംസ്കരണത്തോടൊപ്പം സാമൂഹ്യ ബോധമുള്ള മികച്ച പൗരനായി വളരുവാനും വിദ്യാഭ്യാസം ഉതകണം എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. ഇനി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അല്ല, ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തെല്ലാമാണ്? വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത് മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ്. അതായത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസം എന്നത് ഗാന്ധിജി പറയുന്നത് എന്താണ്? മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിലെ എല്ലാ നന്മകളുടെയും പരിപൂർണ പ്രകാശനമാണ്, അല്ലാതെ കേവലമായ അക്ഷരാഭ്യാസമല്ല എന്നാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ ഓർമ്മ. ഇനി ഇതേപോലെ ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്നാര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ടല്ലോ, ആത്മസാക്ഷാത്കാരമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നിവിടെ പറയുന്നുണ്ട്. നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തമാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ് എന്നും പറയുന്നുണ്ട്. നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പ്രാപ്തമാക്കാത്ത വിദ്യാഭ്യാസം നിഷ്പ്രയോജനമാണ്. അതേപോലെ ഗ്രാമത്തിലെ ദരിദ്രൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാവണം വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. ഗ്രാമത്തിലെ ദരിദ്രൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതാവണം വിദ്യാഭ്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമന്വയത്തിലൂടെ സമ്പൂർണ്ണ വികാസം സാധ്യമാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാകണമെന്നും വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പോംവഴി അതിനെ സ്വാശ്രയമാക്കലുമാണ് എന്നും കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകണം എന്നുമാണ് ഇവിടെ പറയുന്നത്. വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാവണമെന്നും വിദ്യാഭ്യാസം സൗജന്യമാക്കാനുള്ള പോംവഴി അതിനെ സ്വാശ്രയമാക്കലാണെന്നും കുട്ടികൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഭാഗിക തൊഴിൽ കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം എന്നും ഇവിടെ പറയുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗിക തൊഴിൽ കൂടി നിർബന്ധമാക്കുന്നത് കേവലം വിദ്യാഭ്യാസത്തിന് വേണ്ട പണം ഉണ്ടാക്കുന്നതിനല്ല എന്നും തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിപാലനത്തിന് കൂടി വേണ്ടിയാണെന്നാണ് ഗാന്ധിജി വിഭാവന ചെയ്യുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്യുന്നത് വ്യക്തിത്വ പരിശീലനം കൂടിയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വ പരിശീലനത്തിന് കൂടി വേണ്ടിയാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഭാവി ജീവിതത്തിനുണ്ടാകാനുതകുന്ന അല്ലെങ്കിൽ ഭാവി ജീവിതത്തിനുതകുന്ന തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാവണം എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഭാവി ജീവിതത്തിനുതകുന്ന തൊഴിൽ പരിശീലനവും വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാവണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്നൊരു സ്വപ്നമുണ്ട്, അല്ലെ? സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്നൊരു സ്വപ്നമുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നാം ആരംഭിക്കേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെ ആയിരിക്കണം. സ്വയം പര്യാപ്തത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ? സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? വിദ്യാഭ്യാസത്തിലൂടെ ആയിരിക്കണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. പരിസ്ഥിതി ബന്ധമാവണം വിദ്യാഭ്യാസം, അല്ലെ? പരിസ്ഥിതി ബന്ധിതമാവണം വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത്. പരിസ്ഥിതി ബന്ധിതമാവണം വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട്. ഭാഷയും സാഹിത്യവും പഠിക്കണം, എന്നാൽ മാതൃഭാഷയെ വിസ്മരിക്കരുത് എന്നും പറയുന്നുണ്ട്, അല്ലേ? ഭാഷയും സാഹിത്യവും പഠിക്കണമെന്നും മാതൃഭാഷയെ വിസ്മരിക്കരുത് എന്നും പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് എന്നും അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസനമോ നൽകാനായിട്ടൊരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും പറഞ്ഞത് ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങൾ നോക്കുമ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ശൈലിയാണെങ്കിൽ, പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പാഠശാലയുണ്ട്, അതിൻ്റെ പേരെന്താണ്? അക്കാഡമി എന്ന് പറയുന്നതാണ് പ്ലേറ്റോയുടെ പാഠശാല. അരിസ്റ്റോട്ടലിൻ്റെ പാഠശാലയെക്കുറിച്ച് നമുക്കറിയാം. അരിസ്റ്റോട്ടൽ സ്ഥാപിച്ച പാഠശാല ലിസിയം എന്ന് പറയുന്നതാണ് അരിസ്റ്റോട്ടലിൻ്റെ പാഠശാല. ടാഗോർ സ്ഥാപിച്ച വിദ്യാഭ്യാസശാല ഏതാണ്? അതാണ് വിശ്വഭാരതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അരബിന്ദ ഘോഷിൻ്റെ വിദ്യാഭ്യാസ ശൈലിയെക്കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ അരബിന്ദ ഘോഷ് എന്നുള്ള വിദ്യാഭ്യാസ വിചക്ഷണൻ എന്താണ് അഭിപ്രായം പറയുവാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുക, അറിവ്, സ്വഭാവം, സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുക എന്ന് അഭിപ്രായപ്പെട്ടതാണ് അരബിന്ദ ഘോഷ്. മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകൾ വികസിപ്പിക്കുകയും അറിവ്, സ്വഭാവം, സംസ്കാരം എന്നിവ ഉത്തേജിപ്പിക്കുകയും ചെയ്യുക എന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദ ഘോഷാണ്. അധ്യാപനത്തേക്കാൾ പ്രാധാന്യം അധ്യയനത്തിനായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതും അരബിന്ദ ഘോഷ് തന്നെയാണ്. അധ്യാപനത്തേക്കാൾ പ്രാധാന്യം അധ്യയനത്തിനായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അരബിന്ദ ഘോഷാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളെ അടിച്ചു മയപ്പെടുത്തുന്നത് പോലെ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തുകയാണോ വേണ്ടത്? അല്ലേയല്ല.
ഓരോ കുട്ടിയും സ്വയം വികസിക്കുന്ന ആത്മാവാണെന്നും രക്ഷകർത്താക്കളും അധ്യാപകരും മനസ്സിലാക്കണമെന്നും അഭിപ്രായപ്പെട്ടതാരാണ്? അരവിന്ദ് ഘോഷ് തന്നെയാണ്. പ്ലാസ്റ്റിക് വസ്തുക്കളെ അടിച്ചു മയപ്പെടുത്തുന്നത് പോലെ കുട്ടികളെ നമ്മുടെ ഇഷ്ടത്തിന് രൂപപ്പെടുത്തുക എന്നത് ചെയ്യാൻ പാടില്ല എന്നും ഓരോ കുട്ടിയും സ്വയം വികസിക്കുന്ന ആത്മാവാണെന്നും രക്ഷകർത്താക്കളും അധ്യാപകരും അത് മനസ്സിലാക്കണമെന്നും അഭിപ്രായപ്പെട്ടത് അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന് 5 തലങ്ങളുണ്ട്. അല്ല, അരവിന്ദ് ഘോഷിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന് 5 തലങ്ങളുണ്ട്. അതൊന്ന് കായികമെന്ന് പറയുന്നത്, മറ്റൊന്ന് പ്രാവീണ്യമെന്ന് പറയുന്നത്, മൂന്നാമത്തേത് മാനസികമെന്ന് പറയുന്നത്, നാലാമത്തേത് ആത്മീയമെന്ന് പറയുന്നത്, അഞ്ചാമത്തേത് ആധ്യാത്മികമെന്ന് പറയുന്നത്. അതായത് കായികം, പ്രാവീണ്യം, മാനസികം, ആത്മീയം, ആധ്യാത്മികം ഇവയാണ് അരവിന്ദ് ഘോഷിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിൻ്റെ 5 തലങ്ങൾ എന്ന് പറയുന്നത്. ഈ അരവിന്ദ് ആശ്രമം സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നറിയാം? അരവിന്ദ് ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് പുതുച്ചേരിയിലാണ് അരവിന്ദ് ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ അരവിന്ദ് ഘോഷിന് പ്രധാനപ്പെട്ട ചില കൃതികളൊക്കെ ഉണ്ട്. അരവിന്ദ് ഘോഷിന് പ്രധാനപ്പെട്ട കൃതികളാണ് ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്നത്. ദ ലൈഫ് ഡിവൈൻ അരവിന്ദ് ഘോഷിന് പ്രധാനപ്പെട്ട കൃതിയാണ്. യോഗ സമന്വയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. യോഗ സമന്വയം, ദ സിന്തസിസ് ഓഫ് യോഗ. ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറകൾ, ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, സവിത്രി എന്നിവയൊക്കെ അരവിന്ദ് ഘോഷിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. സവിത്രി, ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, ദ സിന്തസിസ് ഓഫ് യോഗ, ദ ലൈഫ് ഡിവൈൻ എന്നിവ അരവിന്ദ് ഘോഷിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ശിശു സൗഹാർദ്ദ രീതികളെ വിവരിക്കുന്ന ഒരു ജാപ്പനീസ് ഗ്രന്ഥമുണ്ട്. ശിശു സൗഹാർദ്ദ രീതികൾ വിവരിക്കുന്ന ജാപ്പനീസ് ഗ്രന്ഥമാണ് ടോട്ടോച്ചാൻ എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകയിൽ ശിശു സൗഹാർദ്ദ രീതികളെക്കുറിച്ച് വിവരിക്കുന്ന ജാപ്പനീസ് ഗ്രന്ഥമാണ് ടോട്ടോച്ചാൻ. ടോട്ടോച്ചാൻ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയുടെ പേരാണ് തെത്സുക്കോ കുറോയാനഗി ആണ്. തെത്സുക്കോ കുറോയാനഗിയാണ് ടോട്ടോച്ചാൻ എന്ന ജാപ്പനീസ് ഗ്രന്ഥം അഥവാ ശിശു സൗഹാർദ്ദ രീതികളെക്കുറിച്ച് വിവരിക്കുന്ന ജാപ്പനീസ് ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയ വിദ്യാഭ്യാസ നിർവചനങ്ങളുണ്ട്. അല്ലെ, വിദ്യാഭ്യാസ നിർവചനങ്ങൾ എന്തെല്ലാമാണ്? ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, സ്വാമി വിവേകാനന്ദനാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞവയാണെന്നും ഫലം മധുരമുള്ളതാണെന്നും പറഞ്ഞത് വേറെ ആരുമല്ല, അത് അരിസ്റ്റോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രഗണിതത്തിലേക്കുള്ള രാജപാതകൾ, അല്ലെ, ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? യൂക്ലിഡാണ് പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രഗണിതത്തിലേക്ക് രാജപാതകൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുതെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുതെന്നും പറഞ്ഞിരിക്കുന്നത് ആരാണ്? അവരോട് സദാ കരുണ കാണിക്കണമെന്നും പറഞ്ഞിരിക്കുന്ന ആരാണ്? ടാഗോറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുതെന്നും അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുതെന്നും അവരോട് സദാ കരുണ കാണിക്കണമെന്നും പറഞ്ഞിരിക്കുന്നവരാണ്? ടാഗോറാണ്. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെ, മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ടാഗോറാണ്. ടാഗോർ പറഞ്ഞതാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനനം മുതൽ മരണം വരെയുള്ളൊരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. ജനനം മുതൽ മരണം വരെയുള്ളൊരു തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, അത് മറിച്ച് ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ജോൺ ഡ്യൂയി. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല എന്നും മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്നും പറഞ്ഞിരിക്കുന്ന ജോൺ ഡ്യൂയിയാണ്. ബാസിസ് അക്കാഡമി നൽകുന്ന ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നൽകിയ ഈ ക്ലാസ്, അതായത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.